ഹായ്, മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ 366ാമത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത് തരുൺമൂർത്തിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. L366ന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒഫീഷ്യലായി തന്നെ പുറത്തു വന്നു. മോഹൻലാലിന്റെ 366ാമത്തെ സിനിമ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകരിൽ വലിയ ആവേശമാണ് ഉണ്ടായത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തുടരും എന്ന സിനിമ തന്നെയാണ്. തുടരും എന്ന സിനിമ വലിയൊരു വിജയമായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം തരുൺമൂർത്തിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നുള്ളത് ലാലേട്ടന്റെ 366ാമത്തെ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. L366ൽ മോഹൻലാൽ ഒരു പോലീസ് വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ താടിയെടുത്ത് മീശ പിരിച്ച ലുക്കിലാണ് വരുന്നത് എന്നെല്ലാം കേട്ടപ്പോൾ പ്രേക്ഷകരുടെ ആവേശം വലിയ രീതിയിൽ മുന്നോട്ട് പോയി. അതിനുള്ള കാരണം തുടരും എന്ന സിനിമ തന്നെയാണ്. ആ സിനിമ കണ്ടവർക്കറിയാം എന്താണ് തരുൺമൂർത്തി അതിൽ ഒരുക്കി വെച്ചത് എന്ന്. പ്രേക്ഷകരെ ഞെട്ടിച്ചതായിരുന്നു തുടരും എന്ന സിനിമ. അങ്ങനെയുള്ള ഒരു സംവിധായകനും നായകനും ഒന്നിക്കുമ്പോൾ, അതും ലാലേട്ടൻ മീശ വിരിച്ചു വരുന്നു, പോലീസ് വേഷമാണ് എന്നൊക്കെ കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് വലിയ ആവേശമാണ് ഉണ്ടായത്. ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. അതായത് മോഹൻലാൽ ചോരയെല്ലാം ഒലിപ്പിച്ച് മാസ് ലുക്കിൽ, വേറെ ലെവൽ ലുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ നമ്മൾ കണ്ടു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് L366 എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒഫീഷ്യലായി തന്നെ പുറത്തു വന്നു. എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അതിന് നേർ വിപരീതമായിട്ടാണ് നമ്മൾ പോസ്റ്ററിൽ ലാലേട്ടനെ കണ്ടത്. ഒരു മാസ് പരിവേഷമാണ് കൂടുതൽ പ്രേക്ഷകരും പ്രതീക്ഷിച്ചത് എങ്കിൽ ഇവിടെ ഒരു സാധാരണക്കാരനായ ഒരു പോലീസുകാരനെയാണ് കാണിച്ചിരിക്കുന്നത്. ലാലേട്ടൻ മീശയെല്ലാം പിരിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു സാധാരണക്കാരനായിട്ടാണ് നമ്മൾ കാണുന്നത്. പോലീസ് യൂണിഫോമിൽ, കയ്യിൽ ഷൂവും കാലിൽ ഒരു വള്ളിച്ചെരുപ്പമിട്ട് ലാലേട്ടന്റെ ഒരു പ്രത്യേക നിൽപ്പ് കണ്ടവരിലെല്ലാം ആദ്യം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതവർ ഏറ്റെടുത്തു, ആഘോഷമാക്കി എന്നുള്ളതാണ്. എന്താണ് അതിനുള്ള കാരണം? സാധാരണഗതിയിൽ പ്രതീക്ഷിച്ച ലെവൽ സാധനം കിട്ടിയില്ലെങ്കിൽ പ്രേക്ഷകർ പൊങ്കാലിയിടാറാണ് പതിവ്. പക്ഷെ ഇവിടെ ഒരു മാസ് സംഭവം പ്രതീക്ഷിച്ചു, ഒരു സാധാരണ ലുക്കിലുള്ള ഒരു ഫോട്ടോ ആണ് കിട്ടിയത്. എന്നിട്ടും പ്രേക്ഷകർ എന്തുകൊണ്ട് അത് ഏറ്റെടുത്തു? തീർച്ചയായും ഒരാളെ ഒരു പ്രാവശ്യം പറ്റിക്കാം, രണ്ടാമത് പറ്റിക്കുമ്പോൾ അവരൊന്ന് ചിന്തിക്കും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. തുടരും എന്ന സിനിമ വരുമ്പോൾ ഈ തരുൺമൂർത്തിയും അതുപോലെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും പറഞ്ഞത് ഇതൊരു സാധാരണ കൊച്ചു സിനിമയാണ്, ഒരു ഫാമിലി സ്റ്റോറിയാണ്, മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലാണ്. ഓരോ പോസ്റ്ററുകളും ഒരു സാധാരണക്കാരനായിട്ടുള്ള മോഹൻലാലിനെയാണ് നമ്മൾക്ക് തന്നത്. അതിൻ്റെ ടീസറും ട്രെയിലറും എല്ലാം ഒരു സാധാരണ കൊച്ചു സിനിമയായിട്ടാണ് നമ്മൾക്ക് തന്നത്. പക്ഷെ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പിച്ചു കളഞ്ഞു. സാധാരണക്കാരൻ തന്നെയാണ്, പക്ഷെ മാസിന്റെ അങ്ങേ അറ്റമായിരുന്നു ആ സിനിമ. അതും ഒരു ടാക്സി ഡ്രൈവറെ വെച്ച്. ഇവിടെ മോഹൻലാൽ മീശ വിരിക്കുന്നു, പോലീസുകാരനാണ്, പക്ഷെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. പ്രേക്ഷകർ ചിന്തിക്കും, അന്ന് അങ്ങനെ ചെയ്ത തരുൺമൂർത്തി അതിനും മുകളിൽ എന്തോ ഒരുക്കി വെക്കും എന്നുള്ളൊരു ചിന്തയിൽ തന്നെയായിരിക്കും പ്രേക്ഷകർ. അവർക്കറിയാം മോഹൻലാൽ മീശ വിരിക്കുന്നു, പോലീസുകാരനാണ്, സാധാരണ പോസ്റ്റർ ആയാലും സിനിമയിൽ മറ്റെന്തോ വലുത് വരാനുണ്ട് എന്ന്. ചുമ്മാ മോഹൻലാലിനെ മീശ വിരിപ്പിച്ച് ഒരു സാധാരണ പോലീസുകാരനാക്കും എന്ന് തോന്നുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്ററിന് വലിയ സ്വീകാര്യത കിട്ടിയത്. അവർക്കറിയാം സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത് വലിയ ഐറ്റം ആയിരിക്കും എന്ന്. ഹൈപ്പ് കുറച്ചിട്ട് ഒരു കാര്യമില്ല, അമ്മാതിരി ഹൈപ്പ് ഈ സിനിമയ്ക്ക് വന്നു ചേരും. റിലീസിനോടടുക്കുമ്പോൾ ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ വരാൻ പോകുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറും. തീർച്ചയായും തരുൺമൂർത്തിയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ 200 കോടി ചിത്രം തരുൺമൂർത്തി മോഹൻലാൽ ടീം സ്വന്തമാക്കും എന്നുള്ളത് തന്നെയാണ്. L366 മോഹൻലാലിന്റെ പേര് ലവ് ലെജൻഡ് എന്നാണ്. ഇതുവരെ കേൾക്കാത്ത ഒരു പേര്. പക്ഷെ ആ കഥാപാത്രത്തിന് ലവ് മാത്രമല്ല ആക്ഷനും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അണിയറയിൽ വലിയൊരു സംഭവമാണ് ഒരുങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും തുടരും എന്ന സിനിമയിൽ ഒരു ടാക്സി ഡ്രൈവറെ വെച്ച് നമ്മളെ ഞെട്ടിച്ചെങ്കിൽ, അതായത് അമ്മാതിരി മാസ് പടം ഉണ്ടാക്കിയെങ്കിൽ, ഇവിടെ ഒരു പോലീസ് ഓഫീസറെ വെച്ച് ഏത് രീതിയിൽ തരുൺമൂർത്തി ചിന്തിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും കാത്തിരിക്കാം L366 എന്ന സിനിമയ്ക്കായിട്ട്, ലാലേട്ടൻ്റെ കിടിലൻ പോലീസ് വേഷത്തിനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.